ആണവ കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ വെല്ലുവിളി നടത്തുന്ന ഖമനേയ്ക്ക് നേരെ തീതുപ്പുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ആക്രമണത്തിന് തീ പകർന്ന് ഇസ്രയേലും കളത്തിൽ. ഇറാനിൽ ഏത് നിമിഷവും ഒരാക്രമണ സാധ്യത നിലനിൽക്കുന്നു. യുദ്ധമെങ്കിൽ പശ്ചിമേഷ്യ പിളർന്ന് രണ്ടാകും. ഘോര യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ പ്രത്യേക സേന ഓസ്പ്രേ വിമാനത്തിൽ നിന്ന് ഫാസ്റ്റ് റോപ്പിംഗ് പരിശീലന അഭ്യാസങ്ങൾ നടത്തുന്നതായി കണ്ടിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് ഇത്തരമൊരു ദൗത്യം അമേരിക്ക ബ്രിട്ടനിൽ നടത്തുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഈ വിമാനത്തിന്റെ അപൂർവ വരവ് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ആണവ സ്ഫോടനങ്ങളും സംഭവങ്ങളും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് റേഡിയേഷൻ ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് WC-135R എന്ന ഇനത്തിൽപ്പെട്ട ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. 1986 ചെർണോബിൽ ദുരന്തത്തിന് ശേഷവും 2011 ഫുകുഷിമ ആണവ നിലയ അപകടത്തിന് ശേഷവും ഉത്തര കൊറിയൻ ആണവ പരീക്ഷണങ്ങൾക്കിടയിലും 2022 യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഈ വിമാനങ്ങൾ വിന്യസിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ നാവികസേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റ് മേഖലയിലെത്തിയിരുന്നു. ആവശ്യമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ തയ്യാറാണ്, കഴിവുള്ളവരാണ് എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു കരാർ ചർച്ച ചെയ്യാൻ ഇറാന് സമയം കഴിഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു. സുരക്ഷാ സേനയെയും നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ ഇറാനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ട്രംപ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഏതൊരാക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ നടപടിയിൽ അമേരിക്ക ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം ആണവ കരാറിൽ ഇറാനെ ഒപ്പുവെപ്പിക്കുക എന്നുള്ളതാണ്. അമേരിക്ക തയ്യാറാക്കിയ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇറാൻ നിൽക്കണം. എന്നാൽ അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇറാൻ അണുബോംബുകൾ നിർമ്മിക്കുന്നതിലേക്കുള്ള അവസാന ഘട്ടത്തിലായി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനിലേക്ക് വലിയൊരു ആക്രമണം നടത്താൻ അമേരിക്ക ഇരച്ചിറങ്ങുന്നത്. ഇവിടെ ഇസ്രയേലിന്റെയും മൊസാദിന്റെയും ഒരു കളി കൂടിയുണ്ട്. അതായത് മൊസാദ് ചാരന്മാർ ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറി എന്നുള്ള ഒരു വിവരവുമുണ്ട്. നമുക്കറിയാം, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അത്ര പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുന്നവയല്ല. ഇസ്രയേലിന് മാത്രമായി അവിടം തകർക്കാനും കഴിയില്ല. പർവ്വതങ്ങൾക്കടിയിലും തുരങ്കങ്ങളുടെ ഏറ്റവും ഉള്ളറകളിലുമായിട്ടൊക്കെയാണ് ഈ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമാണ്. ഇത് അമേരിക്കയുടെ കൈവശമാണ് ഉള്ളത്. അതുകൊണ്ട് ഇറാന് നേരെ അമേരിക്ക ഇറങ്ങണം എന്നുള്ളത് ഇസ്രയേലിന്റെ കൂടി ആവശ്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്രയേൽ ഇറാനിൽ നിന്ന് ചില രഹസ്യ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നതും ഇപ്പോൾ അമേരിക്ക ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നതിനും ചില കാരണങ്ങൾ. എന്തായാലും അമേരിക്കയുടെ ഭീഷണികൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. ഇറാന്റെ പരമാധികാരത്തിനു മേൽ വിരൽ ചൂണ്ടിയാൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകും. ഒരിക്കലും ട്രംപ് മറക്കാൻ സാധ്യതയില്ലാത്ത തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നതെന്നും ഇറാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇറാന്റെ കൈവശമുള്ള ഏറ്റവും പ്രധാന ആയുധം അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതല്ല. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പല മേഖലകളിലായുണ്ട്, പല രാജ്യങ്ങളിലായിട്ട്. പ്രത്യേകിച്ച് സൗദി, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഈ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തും. ആ ഒരു ഭയം അമേരിക്കയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യുദ്ധഘട്ടത്തിൽ നിൽക്കുമ്പോഴും അമേരിക്ക ആദ്യം ചെയ്തിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കിയ നടപടിയാണ്. അതായത് ഒരു യുദ്ധം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏകദേശം വ്യക്തമാകുന്നത്. ഇറാനിൽ ആഭ്യന്തര കലഹവും നടക്കുന്നുണ്ട്. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ കലാപത്തിന് പിന്നിലും അമേരിക്കയുടെ കൈയുണ്ടെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അതായത് ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക. ഭരണകൂടം എന്ന് പറയുമ്പോൾ ഖമനേയി ഉൾപ്പെട്ട ഭരണകൂടത്തെ താഴെ ഇറക്കുക, അടിച്ചിറക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. എന്നിട്ട് അവരുടെ ഒരു പാവ സർക്കാരിനെ അവിടെ നിയമിക്കണം.
എന്നാൽ അതിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് ഖമനേയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് സൈന്യവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാനിൽ നടക്കുന്ന കലാപത്തിന് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയാണ്. ഈ കലാപം നടക്കുന്നതിനിടയിൽ കൂടി അമേരിക്ക അവരുടെ ചാരന്മാരെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നും എന്നാൽ ഏതെല്ലാം വഴിയിലൂടെ ഇറാനെ തകർക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നാണ് ഇറാന്റെ സൈനിക മേധാവി ആമിർ ഹതാമി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. അമേരിക്ക ഒരു ആക്രമണം നടത്തിവെച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ 1000-ഓളം ഡ്രോണുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഹിസ്ബുള്ള നേതൃത്വവും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഒരു ഭരണ മാറ്റത്തിനുള്ള സാധ്യതകളാണ് അമേരിക്ക ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്വന്തം ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി ഇറാന്റെ സൈന്യം തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പടക്കപ്പലുകളും പോർ വിമാനങ്ങളും തയ്യാറാക്കി അമേരിക്കയും രംഗത്തേക്ക് വന്നത്. ഇറാന്റെ മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പടക്കപ്പലുകൾ. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ സൈന്യവും നിലപാട് കടുപ്പിച്ച് നിൽക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. വേഗത്തിലുള്ളതും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഇറാൻ സായുധ സേന സജ്ജമാണെന്ന് അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെയുള്ള ഏത് മാർഗത്തിലൂടെ ആക്രമണത്തിന് നീക്കം നടത്തിയാലും ഉടനടി ശക്തമായ മറുപടി നൽകാൻ കാഞ്ചികളിൽ വിരലമർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ധീരരായ സായുധ സേന സജ്ജരായി കഴിഞ്ഞു എന്നാണ് അബ്ബാസ് അരാഗ്ചി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിവെക്കും. US ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച് 5 പ്രധാന സാധ്യതകളാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഭരണമാറ്റമോ അതോ അരാജകത്വമോ. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കനത്ത ആഘാതമേറ്റാൽ ഭരണകൂടം തന്നെ തകർന്നേക്കും. ഇതൊരു ജനാധിപത്യ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ലിബിയയിലും ഇറാഖിലും സംഭവിച്ചതുപോലെ രാജ്യം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യതയുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും, എണ്ണവില കുതിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രതിസന്ധി. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാനായിരിക്കും ഇറാന്റെ ആദ്യ നീക്കം. കടലിടുക്കിൽ മൈനുകൾ വിരിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും. 3. തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലേക്ക്. US ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടേക്കാം. കൂടാതെ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയുടെയും മറ്റും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് യുദ്ധത്തെ തടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ്.